ഞാൻ ഡോക്ടർ ജിം എഫ് വെള്ളറ, അമൃത ആശുപത്രിയിൽ ഓർത്തോ വിഭാഗം സ്പൈൻ കൺസൾട്ടൻ്റാണ്. ഇന്ന് ഒക്ടോബർ 16 വേൾഡ് സ്പൈൻ ഡേ ആണ്. ഇത്തവണ സ്പൈൻ തീം ഇൻവെസ്റ്റ് ഇൻ യുവർ സ്പൈൻ എന്നാണ്. അതായത് നമ്മുടെ നട്ടെല്ലിന് വേണ്ടി അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം. എന്തുകൊണ്ടാണ് സ്പൈൻ ഹെൽത്തിന് നമ്മളിപ്പോൾ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 90% ആളുകൾ എപ്പോഴെങ്കിലും നടുവേദന അനുഭവിക്കും. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ ധാരാളം ടൈം ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. നമ്മുടെ ബോഡി വെയ്റ്റ് കൂടുകയാണ്. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ബാക്ക് പെയിൻ വളരെ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഡെസ്ക് ജോബ്സ്, IT ജോബ്സ് ഒക്കെ ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരിലും എപ്പോഴെങ്കിലും നടുവേദന അനുഭവപ്പെടാം. തുടർച്ചയായി നിന്നും ഇരുന്നും ചെയ്യുന്ന ജോലികൾ ആക്ച്വലി നടുവേദന കുറച്ചുകൂടെ കോമൺ ആണ് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ജോലി സംബന്ധമായും അല്ലാതെയും നമ്മളിപ്പോൾ പലപ്പോഴും യാത്രകൾ ചെയ്യുന്നുണ്ട്. യാത്രകൾ പലപ്പോഴും ദൂരയാത്രകൾ നമ്മൾ ഒരേ ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴും ഇതുപോലെ നടുവേദനകൾക്ക് സാധ്യത കൂടുതലാണ്. ഇനി ഈ നടുവേദനയ്ക്ക് പരിഹാരമായി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സിംപ്ലസ്റ്റ് വേ റെഗുലറായിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ പലരും രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകാറുണ്ട്. നടത്തം അല്ലെങ്കിൽ ജോഗിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ് അല്ലെങ്കിൽ ഈവൻ ഡാൻസ്, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നടുവേദനയ്ക്ക് ഒരു പരിധിവരെ നമ്മുടെ മസിൽസിനെ സ്ട്രോങ് ആക്കി വയ്ക്കാൻ ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നല്ലതാണ്. രണ്ടാമത്, നമുക്ക് ആക്ച്വലി ബോഡി വെയ്റ്റ് റിഡക്ഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഒരു ഫ്യൂ കിലോസ് വെയ്റ്റ് കുറഞ്ഞാൽ തന്നെ ബാക്ക് പെയിനിന് നല്ല ആശ്വാസം ഉണ്ടാകും. പിന്നെ തുടർച്ചയായിട്ടുള്ള ഇരുന്നിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ തുടർച്ചയായി ഇരിക്കാതെ എല്ലാ അവറിലും ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നത് സ്പൈനിനെ ഹെൽപ്പ് ചെയ്യും. കോർ സ്ട്രെങ്തനിങ് എക്സസൈസസ് ആണ് പിന്നീട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ ബാക്ക് പെയിൻ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്മോക്കിംഗ് ആക്ച്വലി നമ്മുടെ ഡിസ്കിനൊന്നും തീരെ നല്ലതല്ല. അപ്പോൾ സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണമെന്നുള്ളത് വളരെ നിർബന്ധമാണ് ബാക്ക് പെയിൻ കുറയ്ക്കുന്നതിന് വേണ്ടി. ബഹുഭൂരിപക്ഷം നടുവേദനകളും കുറച്ച് റെസ്റ്റ് എടുത്താൽ അത് കുറയേണ്ടതാണ്. ഇങ്ങനെ കുറയാത്ത നടുവേദനകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടി അതിന് വേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതാണ്.